ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും തമിഴിൽ കണ്ടിട്ടുണ്ടാവും. കാസർഗോഡ് തന്നെ അറിയപ്പെടുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ് സാജിദ ഹാരിസിൻ്റെ മോള് റിഫ ഹാരിസിൻ്റെ കല്യാണ വീഡിയോ ആണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു ഇൻട്രോ ഇപ്പോൾ ഞാൻ പിറ്റേന്നാണ് വീഡിയോൻ്റെ ഇൻട്രോ എടുക്കുന്നത്. ഇന്നലെ എടുത്ത് വെച്ചിട്ടുണ്ടായിന്, രാവിലെ ഉറങ്ങി വെച്ചപാടൊക്കെ എടുത്തിട്ടുണ്ടായിന്. പക്ഷെ അത് ഞാൻ അറിയാതെ ഡിലീറ്റ് ആക്കി പോയി എന്നാണ് തോന്നിട്ടാ. അപ്പം ഇത് സാജിദ ഹാരിസ് എന്ന് പറഞ്ഞ അവരെ മോളാണെന്നൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ലായിരുന്നു. അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റാറ്റസൊക്കെ ഇടുമ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് ചോദിക്കുന്നത്, ഇന്നവരെ മോളല്ലേ? ഞാൻ പറഞ്ഞ അമ്മ എനിക്ക് അറിയില്ല. അപ്പോൾ ഞാൻ ഉമ്മാട് ചോദിച്ചു, ഉമ്മ പറഞ്ഞാൽ ആ തന്നെയെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അറിയുന്നത് ഇവരെ മോളാണെന്നൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് തമിഴിൽ അപ്പോൾ അവരെ പേരൊക്കെ വെച്ചത്. അല്ലെങ്കിൽ ഞാൻ കാസർഗോഡ് ഒരു കല്യാണം എന്ന് പറഞ്ഞിട്ടായിരിക്കും വെക്കുന്നുണ്ടാവല്. അപ്പം ചെക്കൻ എന്ന് പറയുന്നത് എൻ്റെ പേരൻ്റെ തൊട്ടടുത്ത് അപ്പുറം തന്നെയാണ് ചെക്കൻ്റെ പേര. അപ്പോൾ നമ്മൾ ചെക്കൻ്റെ അടുത്തുനിന്ന് അങ്ങോട്ട് പോയതാണ് കാസർഗോഡേക്ക്. പണ്ട് വരെ മഞ്ചേശ്വരമാണ് കേട്ടോ. അപ്പം മഞ്ചേശ്വരം എന്ന് പറയുമ്പോൾ വീട് നിന്ന് എല്ലാവർക്കും പോകല് കുറച്ച് റിസ്ക് അല്ല, കുറച്ച് ദൂരമല്ലേ. അപ്പോൾ അതുകൊണ്ട് രണ്ടുപേർക്കും കൂടിയിട്ട് കാസർഗോഡ് ചെമ്മനാട് ഓഡിറ്റോറിയത്തിൽ അങ്ങനെ വെച്ചതാണ്. കൻസ് ഓഡിറ്റോറിയത്തിൻ്റെ പേര് ഫുൾ ഓർമ്മയില്ല, ഇവിടെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമായിരിക്കും. കൻസ് എന്ന് പറഞ്ഞിട്ട് ബാക്കി എന്തോ പേരുണ്ട്, അത് ശരിക്കും എമ്മിൽ തുടങ്ങുന്നത്, ശരിക്കും ഓർമ്മയില്ല. അപ്പം അതിന് പോകുന്ന കല്യാണത്തിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഞാൻ റെഡി ആയിട്ട് കല്യാണത്തിന് പോകാൻ വേണ്ടി പോകുന്ന ഒരു വീഡിയോ ആണ് കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ബസ് രാവിലെ 9 മണിക്ക് എല്ലാവരും റെഡി ആയിട്ട് വരണം എന്നാണ് പറഞ്ഞത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ബസ്സിൻ്റെ അടുത്ത് എത്തുമ്പോൾ 9:30 മണിയായി. അപ്പോഴത്തേക്ക് തന്നെ ബസ് ഫുള്ളായിട്ടുണ്ടായി. ബസ്സൊക്കെ അടിപൊളി ഫുൾ AC ബസ്സൊക്കെ ആയിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് എന്ത് കാര്യം, ബസ്സിൽ കയറാൻ ഭാഗ്യം ഉണ്ടായില്ല. എനിക്ക് പൊതുവെ ദൂരമൊക്കെ ബസ്സിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ എനിക്ക് AC ബസ്സിനേക്കാളും ഈ പുറത്തെ കാറ്റൊക്കെ കൊണ്ടിട്ട് പോകാനാണ് എനിക്ക് കൂടുതലും താല്പര്യം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും വരില്ല. പക്ഷേ AC ഇരുന്നിട്ട് ഭയങ്കര സ്മൂത്തായിട്ട് പോകുമ്പം എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ ബസ്സിൽ പോകാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. എന്നിട്ട് ലാസ്റ്റ് ആപ്പാൻ്റെ കാറിലാണ് നമ്മൾ ഉമ്മ, ഞാൻ, ആമ, എൻ്റെ മോള് നമ്മളൊക്കെ പോയത്. അപ്പോൾ അങ്ങനെ നമുക്ക് നേരെ നമ്മൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം എല്ലാവരും പ്ലീസ്. അതുപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് പ്ലീസ്. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാൻ. എൻ്റെ ഈ വീഡിയോ ഇപ്പോൾ ഈ പറയുന്ന എത്ര ആൾക്കാർ കാണുമെന്ന് എനിക്കറിയില്ല. ലൈക്ക് ചെയ്യുക, വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക. കാരണം നിങ്ങളെ കമൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കൗതുകത്തോടെയാണ് കാണുന്നത്. കാരണം ഇവിടത്തേക്ക് ആൾക്കാർ ആരൊക്കെയാണ് കമൻറ്റ് ചെയ്യുന്നതെന്ന് കാണാൻ നമുക്ക് ഭയങ്കര ആകാംക്ഷയാണ്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക മസ്റ്റായിട്ടും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഹായ് ഗായ്സ്, അങ്ങനെ നമ്മളിതാ കല്യാണത്തിന് പോകാൻ ഫുള്ള് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സമയം 9:30 മണിയായിട്ടോ. 9 മണിക്കാണ് ബസ്. ഇപ്പോൾ ഒരു ബസ് ഫുള്ളായി എന്നാണ് തോന്നുന്നു, 2 ബസ്സുണ്ട്. അപ്പോൾ ഷെൻസു സിയൊക്കെ നേരത്തെ പോയി അതിൽ കയറിയിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഷെൻസുവിനെ ഫുള്ള് റെഡിയാക്കിയിട്ട് വിട്ട്. ഓക്കെ, അപ്പോൾ സിയു ഷെൻസൊക്കെ അതിൽ പോയിട്ടാ. ഇനിയിപ്പോൾ ഞാനും ബാക്കിയുള്ളവരും പോയി. അപ്പം ടാറ്റ, നമുക്ക് ബസ്സിൻ്റെ അടുത്തൊക്കെ നോക്കി നോക്കട്ടെ. ആ ബസ്സിൽ സീറ്റുണ്ടെങ്കിൽ അത് തന്നെ ഇരിക്കാം, അല്ലെങ്കിൽ നെക്സ്റ്റ് ബസ്സിലിരിക്കാം. ടാറ്റ ഗൈസ്. അങ്ങനെ നമ്മളിതാ ബസ് കിട്ടാതെ നമ്മൾ കാറിൽ പോവാണ്, ആപ്പാൻ്റെ കാറിൽ പോകുന്നത് കേട്ടോ. ബസ്സിൻ്റെ വീഡിയോ പോലും എനിക്ക് എടുക്കാൻ പറ്റില്ല. ബസ്സിൽ കയറെങ്കിൽ സീറ്റുണ്ടോ എന്ന് നോക്കിയിട്ട് പിന്നെ ഞാൻ ഷൻജുവിനൊക്കെ ബസ്സിൽ നിന്ന് ഇറക്കി. അവളൊക്കെ ഏറ്റവും ബാക്കിൽ ഇരിക്കുന്നുണ്ട്. ഞാൻ അതൊക്കെ ഇറക്കിയിട്ട് എൻ്റെ കൂടെ കൂട്ടിയിട്ട് പോയിടാന്ന്. കാസർഗോഡ് വരെ ഒറ്റക്ക് എത്തേണ്ട വെച്ച് സിയു ഉണ്ട്, എന്നാലും ഒരു ധൈര്യക്കുറവ് കാരണം ഞാൻ എൻ്റെ കൂടെ കൂട്ടിയോളും വരുന്നതെന്ന് പറഞ്ഞ്. അങ്ങനെ നമ്മളിതാ ഏകദേശം എത്താനായി. ഇത് ചെമ്മനാടാണെന്ന് തോന്നുന്നു കേട്ടോ. ആ സ്ഥലം കാസർഗോഡല്ല കറക്റ്റ് ഗായ്സ്. അങ്ങനെ നമ്മളിതാ അപ്പോൾ അങ്ങനെ നമ്മളെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ഓഡിറ്റോറിയത്തിലേക്ക് പോയിട്ടില്ല, അവിടെ ഉണ്ട് അത്ര. ഓക്കെ, അപ്പം അങ്ങനെ നമ്മളിതാ ഓഡിറ്റോറിയത്തിൻ്റെ മുൻപിലെത്തി. ഓഡിറ്റോറിയത്തിൻ്റെ പേര് ഇപ്പം ഞാൻ പറഞ്ഞുതരാം. കൻസ് എന്താണ് മറവാൾ കൻസ് മറവാൾ അതാണ്. അങ്ങനെയാണ് മറവാളിൻ്റെ പ്രൊനൗൺസ് അങ്ങനെ തന്നെയാണെന്ന് അറിയില്ല. ഇതാണ് ഓഡിറ്റോറിയത്തിൻ്റെ പേരിട്ട്. അടിപൊളി ഓഡിറ്റോറിയം ആയിരുന്നു. അപ്പം ഇതാണ് വെൽക്കം ഡ്രിങ്ക് ഉണ്ടായത്. പിസ്തൻ്റെ ഈ ഒരു ജ്യൂസാണ് ഉണ്ടായിട്ടാ. കാരണം അങ്ങനെ വന്നുകൊണ്ട് നമുക്ക് നല്ല ദാഹം ഉണ്ടായിന്. അപ്പം നമ്മളിത് അങ്ങനെ ആസ്വദിച്ച് കുടിച്ചിട്ടാ.
ഞാനൊരു ഗ്ലാസ്സേ കുടിച്ചുള്ളൂ, കാരണം അധികം വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം മാത്രം കുടിച്ച് അങ്ങനെ വെള്ളമെല്ലാം കുടിച്ച് നമ്മളിതാ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലേക്ക് പോകാൻ വേണ്ടി പോകുന്നത്. നമ്മളിതാ ഇവിടെ ഇങ്ങനെ കയറി പകുതി ആകുമ്പോൾ തന്നെ ഉള്ളിലെ തണുപ്പ് ഇങ്ങോട്ടേക്ക് അടിക്കാൻ തുടങ്ങി ഗായ്സ്. അപ്പോഴാണ് ഒരു സമാധാനമായത്, കാരണം ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം ഭയങ്കര ചൂടാണ് കേട്ടോ. ഗൈസ് അങ്ങനെ നമ്മളിതാ ഫസ്റ്റ് ടൈമാണ് ഈ ടൈപ്പ് ഓഫ് ഓഡിറ്റോറിയത്തിൽ വരുന്നത് അല്ലേ. ഫുള്ള് AC, കാരണം ഓഡിറ്റോറിയത്തിൽ നമുക്ക് കല്യാണം ഇഷ്ടമേ അല്ല, പൊതുവെ ഇഷ്ടമല്ല. പക്ഷെ ഇവിടെ വാ സൂപ്പർ. അല്ലെങ്കിൽ തിരക്ക് പിടിച്ച് നിൽക്കാനും സ്ഥലമില്ലാത്ത മാതിരിയാണ്. പക്ഷെ ഇവിടെ സൂപ്പർ ഗൈസ്, സൂപ്പർ. നിങ്ങൾ കാണിച്ചിട്ട് എൻട്രൻസ് വീഡിയോ അടിപൊളി ഗൈസ്. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലം. يثبتك على ما أمر الله تعالى به إمساك بمعروف أو تسريح بإحسان. زوجتك وأنكحتك رفاعة بنت عبد الرحمن وعقلي عبد الرحمن بهذا الحرب من الذهب أهم. قبلت منك نكاحها وتزويجها بالمهر المذكور ورضيت به. എന്ന വാക്കാലത്തെ ഏൽപ്പിച്ച അബ്ദുറഹ്മാൻ എന്നവരുടെ മകൾ റിഫാഅത്ത് അബ്ദുറഹ്മാൻ എന്നവളെ ഈ സ്വഹാകരം മകന്റെ പകരം നിങ്ങൾക്ക് ഞാൻ വിവാഹം ചെയ്തു തന്നു. ഞാൻ സ്വീകരിച്ചു. നിങ്ങളെ വക്കാലത്ത് ഏൽപ്പിച്ച അബ്ദുറഹ്മാൻ എന്നവരുടെ മകൾ എന്നവള് ഈ പറയപ്പെട്ട മഹറിന് പകരം നിങ്ങളെനിക്ക് നിക്കാഹ് ചെയ്തു തന്നതിനെയും വിവാഹം ചെയ്തു തന്നതിനെയും ഞാൻ സ്വീകരിച്ചു, തൃപ്തിപ്പെട്ടു. സല്ലല്ലാഹു തആല. മസാല ഇല്ലാത്ത ചോറാ? തൈരുണ്ടോ അറിയില്ല. ആ തൈര് തന്നെ. ചിക്കൻ ആ എനിക്കെല്ലാം എന്തെന്ന് ചോറാണ് ചെയ്യണ്ട. ഓള് തൈരിനൂട്ടനി
ഏട്ടത്തിന്. നിങ്ങളിപ്പോ കാണുന്നല്ലേ. ചെരുപ്പുണ്ടാക്കി വരുമ്പോ ഭക്ഷണം കഴിക്കണം. കൈകളൊക്കെ തോന്നിട്ടല്ല. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിതാ തിരിച്ച് ഹാളിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം നെക്സ്റ്റ് നമ്മൾ പുതിയണ്ണ് മുകളിലത്തെ ഫ്ലോറിലായിരുന്നു ഉണ്ടായത്. അപ്പം നമുക്ക് മേലെ കയറാൻ സത്യം പറഞ്ഞാൽ നല്ല മടിയായിരുന്നു. അപ്പോൾ താഴെ വരും പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ അറ്റ് ലാസ്റ്റ് ഇതാ ഗൈസ് വരുന്നുണ്ട്. നിങ്ങൾ വീഡിയോ കാണാം കേട്ടോ.
കല്യാണം കഴിഞ്ഞിട്ടില്ല, നമ്മൾ പോവാന്ന്. പിന്നെ പെണ്ണ് നേരെ അവിടത്തേക്ക് തന്നെയാണ് വരുന്നത്, നമ്മുടെ തൊട്ട അയൽവാസി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് വേണമെങ്കിൽ വയ്യും പോയിട്ട് കാണൊക്കെ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് സ്റ്റേജിൽ കുറച്ച് ഒരു ഇതൊക്കെ. ഹായ് ഗായ്സ്, അങ്ങനെ നമ്മളത് കല്യാണമൊക്കെ കഴിഞ്ഞത് അപ്പോൾ എത്തിയിട്ടുണ്ട്. അപ്പം സമയം അസ്റാം കൊടുത്ത്. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ. ടാറ്റാ ബൈ.